ഹലോ. ഇന്ന് ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്ത് പോകണം, കുട്ടികൾക്ക് സ്നാക്സൊക്കെ മേടിക്കണം. അതിന് മുമ്പുള്ള ഞങ്ങളുടെ രൂപമാണ്. അതിപ്പോൾ അമ്മയും മാളുമാണ് അവിടെ നിന്നത്. നാത്തൂൻ ഡ്രസ്സെല്ലാം ഉണങ്ങി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരുങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അരവണ പായസം കൊണ്ടിരുന്നത് അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ. അപ്പോഴത്തേക്ക് അവൾ ഒരുങ്ങി വന്നു. അപ്പോഴത്തേക്ക് ഞാനും റെഡി ആയിട്ടൊക്കെ വന്നു. നമുക്ക് ജസ്റ്റ് ഒരുപാട് ദൂരമൊന്നും പോകണ്ട, കുറച്ചെടുത്താണ് പോകുന്നത്. അപ്പോഴേ ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ പുറത്തോട്ട് വന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് നാത്തൂനൊക്കെ കയറ്റി ഞങ്ങൾ പോകുവാണ്. പോയി പർച്ചേസിങ്ങൊക്കെ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുട്ടികൾക്കുള്ള സ്നാക്സ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോയത്. അപ്പോൾ മാളുവാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. മാളു എന്ന് പറയുന്നത് ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പം സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചല്ലോ, ഓടിപ്പോയല്ലോ. വീഡിയോ എടുക്കുന്നതിനകത്തൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവൾ ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മാളു അവൾക്ക് കുട്ടിക്ക് മേടിക്കണമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ എടുത്തു അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോയി. അപ്പം അവനവിടെ ഇന്ന് അവൻ്റെ ജീപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെള്ളമൊക്കെ എൻ്റെ പുറത്ത് കിട്ടിയത്. ഇതാണ് നാത്തൂൻ. അപ്പോഴത്തേക്ക് എന്താ പറയുക, എൻ്റെ സന്തോഷ പ്രകടനം. ഇന്നലെ നാത്തൂൻ അയർലൻഡിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നാത്തൂനെ കണ്ടപ്പം ഭയങ്കര സർപ്രൈസായിരുന്നു. അവൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾ പോയതാണ്. ജസ്റ്റ് പോകുന്ന വഴിക്കാണ് വീട്. അങ്ങനെ കയറിയപ്പോഴത്തേക്ക് സർപ്രൈസായിരുന്നു. അവളവിടെ ഉണ്ടായിരുന്നു. അവൾ 10 ദിവസത്തെ ലീവിന് പെട്ടെന്ന് വന്നതായിരുന്നു നാത്തൂൻ. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സൈറ്റഡായി അവളെ കണ്ടപ്പോൾ. ഞാനും ലക്ഷ്മിയും രാഖിയും ഞങ്ങൾ 3 പേരും കൂടെ ഒത്തിരി നാളിന് ശേഷം കാണുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷങ്ങളും എല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടതാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ബ്രദർ പറഞ്ഞു അവളുണ്ട്. അപ്പം ഞങ്ങൾ വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം പിന്നെ അവിടെ സ്പെൻഡ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഊഞ്ഞാലൊക്കെ ആടി, പിന്നെ അതുപോലെ തന്നെ